ടെക്നോ എന്ന കമ്പനിയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടെക്നോ ഫാൻറ്റം 9. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഫോണിൽ നമുക്ക് അമോലഡ് ഡിസ്പ്ലേ, 6 GB റാം, 128 GB ഇൻറ്റേർണൽ, പിന്നിൽ ട്രിപ്പിൾ ക്യാമറ, ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, ഇങ്ങനെ ചില ഫീച്ചേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ ഫാൻറ്റം 9 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ടെക്നോ ഫാൻറ്റം 9ൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ അമോലഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ലഭിക്കുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അധികം ഫോണുകളിലൊന്നും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ലുക്കുമായിട്ടാണ് ടെക്നോ ഫാൻറ്റം 9 എന്ന ഫോൺ വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹെലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രോസസ്സറൊന്നുമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വിവോ Z1 Pro, റിയൽമി 3 Pro, അതുപോലെ റെഡ്മി നോട്ട് 7 Pro പോലുള്ള കുറേ ഫോണുകൾ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ നമുക്ക് 6 GB റാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഫോണിൽ നമുക്ക് 6 GB റാമും 128 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. പിന്നെ 6 GB റാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ മികച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം റാം മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, നല്ലൊരു പ്രോസസ്സർ കൂടി വേണം. എന്നാൽ മാത്രമേ വിചാരിച്ചൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഫോണുകളിൽ നമുക്ക് 4 GB റാം മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാലും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ലൊരു പെർഫോമൻസ് ആ ഫോണുകളിൽ ലഭിക്കും. ഉദാഹരണത്തിന് വിവോ Z1 Pro, റിയൽമി 3 Pro, റെഡ്മി നോട്ട് 7 Pro പോലുള്ള ഫോണുകളൊക്കെ. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നോ ഫാൻറ്റം 9 ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടാണ് ലഭിക്കുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 16 മെഗാ പിക്സലിൻ്റെ f1.85 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാ പിക്സലിൻ്റെ f2.8 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നിൽ നമുക്ക് ക്വാഡ് LED ഫ്ലാഷാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 2 LED ഫ്ലാഷ് ലഭിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 3500 mAh ബാറ്ററി മാത്രമേ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കൂടാതെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. ജൂലൈ 17 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 111 എന്നുള്ളൊരു ഓഫർ ലഭിക്കുന്നുണ്ട്. ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. ആദ്യം വരുന്നത് 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ്, രണ്ടാമത് വരുന്നത് 1 മന്ത് എക്സ്ട്രാ വാറണ്ടി, അതായത് നമുക്ക് 13 മാസത്തെ വാറണ്ടി ലഭിക്കുന്നതായിരിക്കും. പിന്നെ മൂന്നാമത് വരുന്നത് 100 ഡേയ്സ് ഫ്രീ റീപ്ലേസ്മെൻറ്റ്, അതായത് 100 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ റീപ്ലേസ് ചെയ്ത് കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് തരുന്ന ഫോണുകൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ വേറെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വിവോ Z1 Proയിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല പെർഫോമൻസും ഇതിനേക്കാൾ നല്ലൊരു ട്രിപ്പിൾ ക്യാമറയും പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ബാറ്ററിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ റെഡ്മി നോട്ട് 7 Pro, അതുപോലെ റിയൽമി 3 Pro പോലുള്ള ഫോണുകളൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോണിനേക്കാൾ നല്ലൊരു പെർഫോമൻസും ക്യാമറയും ബാറ്ററിയും എല്ലാം ലഭിക്കുന്നുണ്ട്. ആകെയുള്ളൊരു ചെറിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ഫോണുകളിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ ടെക്നോ ഫാൻറ്റം 9ൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അമോലഡ് ഡിസ്പ്ലേയുമാണ്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാവുന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓപ്പോ K1 എന്നുള്ള ഫോൺ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ആ ഫോണിനെ പറ്റി കൂടി ഒന്ന് ചെക്ക് ചെയ്യുക.